ഞങ്ങൾ പറഞ്ഞത് ആദ്യം തൊട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. 60 കൊല്ലം, അത് 43 കൊല്ലം UDF ജനങ്ങൾ അവസരം കൊടുത്തു, 13 കൊല്ലം LDF കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന ബൈ ഇലക്ഷനിൽ NDA BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് അവസരം ഞാൻ ചോദിക്കുന്നു, കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇല്ല, ഇത് കോൺഗ്രസ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. LDF UDF SDPI അൻവറും അവരും നാലും ഇന്ത്യ അലയൻസ് ഒരു മുന്നണിൻ്റെ 4 ഭാഗമായിട്ടല്ല ജനങ്ങൾ കാണുന്നത്. അവരുടെ ഒരു ഐഡിയോളജിയോ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസമില്ലല്ലോ. LDF പ്രീണരാഷ്ട്രം ചെയ്യുന്നു, PDP തലയിൽ കെട്ടി ഇറങ്ങുന്നു. UDF ജമാഅത്തിൻ്റെ ഒപ്പം പ്രീണരാഷ്ട്രം ചെയ്യുന്നു. അതിൽ എന്ത് വ്യത്യാസം ജനങ്ങൾക്കറിയാം. ഇവിടെ വികസനം എന്ന കാഴ്ചപ്പാട് എടുത്ത് മുമ്പോട്ട് വയ്ക്കുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, ഒരു മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് വെക്കുന്ന പാർട്ടി. അത് BJP ഇന്ത്യയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു ആണ്. അപ്പോൾ ജമാഅത്ത് പറയട്ടെ, അത് VD സതീശനാണോ പറയേണ്ടത്? ജമാഅത്ത് പറയട്ടെ, ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്, അവർ പറയട്ടെ. അത് അവർ പറയുന്നല്ലോ, അവരല്ലേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വേവ് ചെയ്ത് നടക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുണ്ട്. നിങ്ങളാണ് ചോദിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ജമാഅത്തിൻ്റെ ഒപ്പം നിങ്ങൾ ഈ രാഷ്ട്രീയം കളിക്കുന്നത്? ഈ രാഷ്ട്രീയ അലയൻസ് ജമാഅത്തിൻ്റെ ഒപ്പം ജനങ്ങൾക്കും കേരളം മൊത്തം ജനങ്ങൾക്ക് ഒരു അപകടമായ കാര്യമല്ലേ? അവരല്ലേ പറഞ്ഞ് ഇവിടെ ഇസ്ലാമിക് നേഷൻ വേണമെന്ന്? അവരല്ലേ ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജമാഅത്ത് പറയട്ടെ. അത് കോൺഗ്രസ് എന്തിനാണ് ജമാഅത്തിൻ്റെ ഐഡിയോളജിനെ ന്യായീകരിക്കുന്നത്? ജമാഅത്ത് പറയണം. അല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ എത്രയോ തവണ അത് ഉമ്മൻചാണ്ടിജി പറഞ്ഞതല്ലേ. 2018 BJP NDA അല്ലല്ലോ പറഞ്ഞത്, അത് ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത്. എത്രയോ തവണ ജമാഅത്തിനെ കുറിച്ച് സർക്കാരും സംസ്ഥാന സർക്കാരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പറഞ്ഞ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. അതിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് ജമാഅത്തല്ലേ പറയേണ്ടത്. ഞങ്ങൾ ഇന്ന് ഇങ്ങനെ പണ്ട് കാലത്ത് പറഞ്ഞത് ഞങ്ങൾ ഇന്ന് അത് പറയുന്നില്ല, ഞങ്ങൾ മാറ്റി, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട്, അത് മുമ്പോട്ട് വെക്കട്ടെ. അല്ല, ഇത് എല്ലാം ഞങ്ങളുടെ തലയിലിടണ്ട. ഇവരിങ്ങനെ ചെയ്യുമ്പോൾ, ഇത് ഞാൻ പറഞ്ഞത് ഈ ഇലക്ഷന്റെ സമയത്ത് ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? ഇത് ചോദിക്കേണ്ടത് ജനങ്ങളല്ലേ, അത് ഞാൻ ചോദിക്കുന്നു. ഇത് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് അവരെ ഔട്ട്ലോ ചെയ്യണമെന്നോ അവരെ ബാൻ ചെയ്യണമെന്നോ അങ്ങനെയല്ലല്ലോ. അങ്ങനെ അതിനൊരു നീതിയുണ്ട്. അവരെന്തെങ്കിലും ചെയ്താൽ നോക്കൂ, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 എല്ലാവർക്കും സംസാരിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. അത് തെറ്റ് പറയാനും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. തെറ്റ് ചെയ്താലാണ് ലോ വരുന്നത്. ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി അഡ്മിനിസ്ട്രേഷനിൽ കയറിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസ് വഴി മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറാൻ ശ്രമിക്കുന്നു. അത് ഒരു വലിയൊരു ഡേഞ്ചറസ് കാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നു. അതിനെ എതിർക്കാൻ ഞങ്ങൾ സംസാരിക്കും. അവർ നീതി വിരോധവും കോൺസ്റ്റിറ്റ്യൂഷൻ വിരോധം എന്തെങ്കിലും ചെയ്താൽ അതിന് ഞങ്ങൾ ചെയ്യും, ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യും. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടന പറയുന്നതും ഇക്കാര്യം തന്നെയാണ്. അതായത് കോൺഗ്രസ് അവരെ വല്ലാതെ ന്യായീകരിക്കുമ്പോൾ വലിയ തോതിൽ അപകടം ചെയ്യും എന്നുള്ളതാണ്. അത് സത്യമല്ലേ? നമുക്കിപ്പോൾ നോക്കൂ, ജമാഅത്ത് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ UAE അവർക്ക് പോകാൻ കഴിയോ? ഇല്ല. സൗദി അറേബ്യയിൽ പോകാൻ കഴിയോ? ഇല്ല. ബഹ്റൈനിൽ പോകാൻ കഴിയോ? ഇല്ല. ഖത്താറിൽ അവർ സമ്മതിക്കില്ല. ഇങ്ങനത്തെ റാഡിക്കൽ എലിമെന്റ്സിന് മിഡിൽ ഈസ്റ്റിന്റെ രാജ്യങ്ങൾ തന്നെ പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയാണോ കോൺഗ്രസ് പാർട്ടി ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റേ കയ്യിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ട് നടക്കുന്നത്? ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ, ഇതൊരു ഡെസ്പറേഷൻ പവർ പോളിറ്റിക്സിന്റെ ഒരു ഡെസ്പറേറ്റ് ലെവലാണ്. 60 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു. 10 കൊല്ലം UPA സർക്കാർ 8 മന്ത്രിമാർ കേരളത്തിനായിരുന്നു, ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ബാക്കിയുള്ളത് എന്താ? പ്രീണരാഷ്ട്രം. ഇത് ചെയ്ത് ജനങ്ങളെ വിഡ്ഢിയാക്കി റീലുണ്ടാക്കി
ഞങ്ങൾ യൂത്ത് പാർട്ടിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞ് നടക്കുക. എന്താണ് സത്യം? പ്രീണ രാഷ്ട്രീയം. അതാണ് അവരുടെ ഏറ്റവും കോർ ഐഡിയോളജി. ഇതാണ് സത്യം. ജമ്മുകാശ്മീരിൽ CPM നേതാവ് യൂസുഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് ഇന്നലെ മുഖ്യമന്ത്രി ആരോപിച്ചു. അല്ല, ആരോപണമെല്ലാം ശരി, അത് ഞങ്ങൾ പറയണ്ടേ. ഇവിടെ എന്താണ് വ്യത്യാസം? കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെ ഞങ്ങൾ UDF കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ടെന്ന് അവർ ഒഫീഷ്യലി അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് ഒരു സിറ്റുവേഷൻ. മറ്റൊരെന്ത് ആരോപിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്തു മറ്റേത് ചെയ്തു എന്നെല്ലാം പറയുന്നത്. ഇതിപ്പോൾ 20 കൊല്ലമായിട്ട് പറയുന്നതല്ല ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണെന്ന്. ആരാണിപ്പോൾ മതം എടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നത്? അത് കോൺഗ്രസ് LDF അല്ലേ? ആരാണ് വർഗീയവാദി പാർട്ടി? ഞാൻ ഹമാസിനെതിരെ സംസാരിച്ചപ്പോൾ 3 കൊല്ലം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റാണ് രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദിയാണെന്ന്. അതെങ്ങനെ? ഹമാസിനെതിരെ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണെന്നോ? ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം പൊളിറ്റിക്കൽ അലയൻസ് ചെയ്യുന്നതല്ല വർഗീയവാദി പാർട്ടി? PDPനെ വോട്ട് നോക്കി നടക്കുന്ന 10 കൊല്ലം ഭരിച്ച പാർട്ടി ഞങ്ങളെയാണ് വർഗീയവാദി വിളിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ വിഡ്ഢികളല്ല. ജനങ്ങളെ ഈ പെറ്റിച്ച് എത്രയോ കൊല്ലം നടക്കുന്ന ഈ രാഷ്ട്രീയം ഈ നിലമ്പൂരിൻ്റെ ഇലക്ഷനും വരുന്ന ഇലക്ഷനിലും ഇത് മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ ബന്ധം തന്നെയാണ് ഇപ്പം തുടരുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കണ്ടത് തന്നെയാണ് ഈ ബന്ധം ഇപ്പം തുടരുന്നത്. അല്ല, അത് എനിക്കറിയില്ല. പാലക്കാടിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നില്ല. അത് എന്ത് നടന്നു, എവിടെ നടന്നു, അതെല്ലാം നിങ്ങൾ എന്നെ അനലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. എന്തോ ഇന്നലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് ഈ ഇലക്ഷൻ സ്ക്വാഡിന്റെ വാഹന പരിശോധനയിൽ ഷാഫി പറമ്പിലും അതോടൊപ്പം രാഹുൽ മങ്കടത്തിലും ഒരു വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു. ഈ വാഹന പരിശോധന നോക്കൂ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ എനിക്കൊരു ആഗ്രഹമില്ല. നിങ്ങളെല്ലാം കണ്ടതാണ്. ഇതാണ് BJP NDAൻ്റെ ഒരു വ്യത്യാസവും ഈ പവർ പോളിറ്റിക്സ് കളിക്കുന്ന LDFും UDFിൻ്റെ വ്യത്യാസം. ഞങ്ങൾ ഈ ഇലക്ഷൻ കാണുന്നത് ഒരു പവർ പോളിറ്റിക്സ് കളിക്കാനോ ജനങ്ങളെ വിഡ്ഢിയാക്കാനോ അല്ല. ഞങ്ങൾ കാണുന്നത് ഇതൊരു സേവനത്തിൻ്റെ ഒരു അവസരം, ഒരു മാറ്റം കൊണ്ടുവരാൻ അവസരം, ജനങ്ങൾക്ക് ഒരു പ്രവർത്തിക്കാവുന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നത്. പോലീസും ഇലക്ഷൻ ഒഫീഷ്യൽസ് അവരുടെ കടമയെ അവർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അവരെ എതിർക്കുന്നത്? അവർ വരുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ വണ്ടി എത്രയോ ഞാൻ ഇലക്ഷൻസ് പ്രഭാരിയാവുമ്പോൾ എൻ്റെ വണ്ടീനെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ഡ്രാമ ചെയ്ത് റീലിട്ട് പാട്ടും പാടി ഒരു ഡ്രാമ ചെയ്യുന്ന ആളല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അതിന് സമയമില്ല. ഇവർ ഫുൾ ടൈം പൂവും പിടിച്ച് പാട്ടും പാടി റീലുണ്ടാക്കി ഞങ്ങൾ യൂത്ത് പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? ഈ റീലുണ്ടാക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ഒരു അലയൻസ്. ഇതാണ് സത്യം. ഇതിൽ വേറൊരു വിഷയം, ഇപ്പോൾ ഈ ഒരു ചുങ്കത്തറ പഞ്ചായത്തിൽ കുറുമ്പലക്കൂട് എന്ന സ്ഥലത്ത് NDA സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട്. ഇപ്പോൾ CPMകാരാണ് അങ്ങനെ കയ്യേറിയിട്ടുള്ളത്. ഒരു സ്വതന്ത്രമായി തന്നെ പ്രചരണം നടത്താൻ കഴിയും. ഇത് ഇനിയും നടക്കും. വികസനം ഇല്ലാത്തൊരു 9 കൊല്ലാണ് ജനങ്ങളെ തെളിയിപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ LDFന് കുറച്ചെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടാവും. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇതിനെ എക്സ്പോസ് ചെയ്യും. 9 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ചിട്ട് ബഹുമാന മുഖ്യമന്ത്രിക്ക് ഒരു അവസരം കൊടുത്തു, 2 അവസരം കൊടുത്തു. ഒന്നും ചെയ്യാത്ത ഈ 9 കൊല്ലം, ഈ ഒരു ദശകം ഞങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചെല്ലാം ഒരു വേദന വരും. അപ്പോൾ ഇതെല്ലാം നടക്കും. ഇന്നിപ്പോൾ നടന്നത് ഒരു എക്സാമ്പിളാണ്, ഉദാഹരണമാണ്. അതാ അവർക്ക് അതല്ലേ അവരുടെ ഒരു നെഗ്ലിജൻസിൻ്റെ ഒരു ഉദാഹരണം, ഒരു എക്സ്പോഷർ അല്ല അത്. അവിടെ പോയി കാണിക്കുമ്പോൾ ഇങ്ങനത്തെ വീടാണ് ഈ ലെഫ്റ്റിൻ്റെ സർക്കാർ കഴിഞ്ഞ 9 കൊല്ലം ടാക്സ് പേയറിൻ്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയ വീട്, ഇങ്ങനത്തെ ഒരു വീടാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും. അല്ല, ഇത് ഇന്നലെ എന്നോട് ചോദിച്ചു, അതൊന്ന് മിസ്റെപ്രസെൻറ്റ് ചെയ്യരുത്. ഹൈക്കോർട്ട് പറഞ്ഞത് ബാങ്ക് ലോൺ വേവറിനെ കുറിച്ചിട്ടാണ് ഹൈക്കോർട്ട് ഒരു കമൻറ്റ് പാസ് ചെയ്തത്. ഈ പണ്ട് കാലത്ത് UPAൻ്റെ സമയത്ത് ബാങ്ക് എന്ന് പറഞ്ഞ കാര്യം സർക്കാരിൻ്റെ കീശയിലായിരുന്നു. അതുകൊണ്ടല്ലേ NPA എല്ലാം നടന്നത്. നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയാണ്. അതിന് ബോർഡുണ്ട്, അതിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവരുടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് ബാങ്കാണ്, സെൻട്രൽ ഗവൺമെൻറ് അല്ല. അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടതാണ് അവർ ചെയ്യുന്ന കാര്യം ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.